ഇന്ന് വെതർ നോക്കിയപ്പോഴാണ് സ്നോ ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ സ്നോയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായി. വീട്ടിൽ ഇരിക്കുന്ന നമുക്ക് സ്നോ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. പക്ഷെ പുറത്ത് ജോലി ചെയ്യുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് കറക്റ്റ് അറിയുന്നത്. 2-3 വട്ടം സ്നോ കണ്ടാലും വീണ്ടും വീണ്ടും സ്നോ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. സ്നോയുടെ കാര്യം നോക്കി ഇരുന്ന് ഡിന്നർ ഉണ്ടാക്കാനുള്ള ഫുഡിലാണ് ഇറങ്ങിയത്. പെട്ടെന്ന് എന്താ കുക്ക് ചെയ്യാനുള്ളതെന്ന് നോക്കിയപ്പോഴാണ് ഫ്രിഡ്ജിനുള്ളിൽ ഫിഷ് ഇരിക്കുന്നുണ്ടത്. ആ ഫിഷാണെങ്കിൽ ഒടുക്കത്തെ ഐസ്, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല സ്ഥിതിയിലായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊരു കുഞ്ഞൻ കത്തി വെച്ച ഫസ്റ്റ് ഞാൻ ഈ ഐസായ ഫിഷ് മുറിക്കാൻ നോക്കി. പിന്നീട് ഞാൻ ആ പ്ലാൻ മാറ്റി വലിയ കത്തിയിലേക്കായി. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ഫിഷ് ഞാൻ ലാസ്റ്റ് ചൂടുവെള്ളത്തിടാൻ നോക്കി. ഇവിടെ നമുക്ക് പൈപ്പ് ലെഫ്റ്റ് റൈറ്റും തിരിച്ച ചൂടുവെള്ളം ഐസുവെള്ളം വരും. അങ്ങനെ ഉപയോഗമുണ്ട്. ഫിഷ് നമ്മൾ മെൽറ്റാൻ വേണ്ടി വെള്ളത്തിട്ടിട്ട് കുളിക്കാൻ പോയി. കുളിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ എൻ്റെ മൈൻഡിൽ ഫുൾ സ്നോ വീണിട്ടുണ്ടോ എന്ന് മാത്രമായിരുന്നു. അല്ലാണ്ട് എന്ത് ഡിന്നർ പ്ലാൻ ചെയ്യും, എന്ത് കഴിക്കും, മെൽറ്റായി കാണുമോ ഫിഷ് എന്നൊന്നും അല്ലായിരുന്നു. കുളിച്ച് വന്നത് ഞാൻ ആദ്യം നോക്കിയത് സ്നോ തന്നെയായിരുന്നു. നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഹൗളി വന്നപ്പോഴാണ് ചുമ്മാ ജനലിൽ കൂടെ നോക്കിയപ്പോൾ ആ കാഴ്ച കണ്ടത്. ഫൈനലി സ്നോഫോൾ വീണു. പക്ഷേ കറക്റ്റ് ടൈമൊന്നും അല്ലായിരുന്നു. രാത്രി ഒരു 9:30 എപ്പോഴാണ് വീണത്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ആയിട്ടാണ് വീണത്. അതുകൊണ്ട് നമ്മൾ അറിയാഞ്ഞത്. പക്ഷേ വെളിയിൽ നിന്ന് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് കാണാൻ. ഇത് കറക്റ്റായിട്ടൊരു ലൈറ്റിൻ്റെ ഷെയ്ഡ് നിന്ന് ഞാൻ കാണിച്ചത്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയല്ല കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്കിനി പുതിയ ക്യാൻഡ വിശേഷങ്ങളായിട്ട് വരാം.